ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണിത്. അബൂ ത്വാലിബിന് വാർദ്ധക്യം ബാധിച്ചു. തൊഴിലെടുക്കാൻ പ്രയാസമായി. വരുമാനം കുറഞ്ഞു. ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി. ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനമെടുത്തു. ആടിനെ മേക്കലും കച്ചവടവുമാണ് പ്രധാന ജോലികൾ. സ്വന്തം കുടുംബത്തിലെ ആടുകൾ മേക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പകാലം മുതൽക്ക് തന്നെ പോകുമായിരുന്നു. വളർന്നപ്പോൾ മക്കക്കാരായ ചിലരുടെ ആടുകൾ മേക്കുവാൻ നബി തങ്ങൾ പോയി. മറ്റുള്ളവരുമായി ചേർന്ന് ചില കച്ചവടങ്ങൾ നടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമായിരുന്നു ചില കച്ചവടങ്ങൾ നടത്തിയത്. കച്ചവട യാത്രകളും അദ്ദേഹം നടത്തി. മറ്റു പലരുമായി കൂട്ടുകച്ചവടവും നടത്തിയിട്ടുണ്ട്. നബി തങ്ങൾ കൂട്ടുകൂടാൻ ഏറ്റവും പറ്റിയ ആളാണ്. കച്ചവടം നടത്തിയ ചിലർ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ വിശ്വസ്തനാണെന്ന് പരക്കെ നബി തങ്ങൾ അറിയപ്പെട്ടു. മക്കയിലെ ധനികനായ കച്ചവടക്കാരിയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഉന്നത തറവാട്ടിൽ ജനിച്ച വനിത. 2 തവണ വിവാഹിതരായിട്ടുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്നും ധാരാളം സ്വത്ത് കിട്ടി. പാരമ്പര്യമായും കുറെ സമ്പത്തുണ്ട്. കച്ചവടത്തിൽ നിന്നും നല്ല ലാഭവും കിട്ടി. ഏറെ സമ്പന്നയാണ് അവർ. ഷാമിലേക്ക് വമ്പിച്ചൊരു കാഫിലെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഖദീജ ബീവി. വിശ്വസ്തനായൊരു മാനേജറെ അന്വേഷിക്കുകയാണ് അവർ. ഒരു ദിവസം അബൂ ത്വാലിബ് സഹോദരപുത്രനോട് പറഞ്ഞു, മകനെ, ഖദീജ വ്യാപാരി യാത്ര നടത്താൻ ഒരാളെ അന്വേഷിക്കുന്നു. ഞാൻ നിന്റെ കാര്യം അവരോട് സംസാരിക്കട്ടെ? അത് കേട്ടപ്പോൾ സഹോദരപുത്രൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. തനിക്ക് 25 വയസ്സായി. നല്ല ജോലി വേണം. ഏതായാലും ഇക്കാര്യം സംസാരിക്കാം. മോനെ, കാലം നമുക്ക് അനുകൂലമല്ല. ഞാൻ വൃദ്ധനായി. നിനക്കൊരു ജോലി വേണ്ടേ? എനിക്കൊരു ജോലി വേണം. അങ്ങ് പോയി സംസാരിക്കൂ. അബൂ ത്വാലിബ് വീട്ടിൽ നിന്നിറങ്ങി. പഴയതുപോലെ സഞ്ചരിക്കാനൊന്നും പറ്റുന്നില്ല. ഖദീജയുടെ വീട്ടിലെത്തി. മക്കയുടെ നായകൻ തന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഖദീജക്ക് വലിയ സന്തോഷമായി. ഖദീജ, നിങ്ങൾ കച്ചവട യാത്ര നടത്താൻ വിശ്വസ്തനായ ഒരാളെ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ മുഹമ്മദിനെ ഏർപ്പെടുത്തി തരാം. നീ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഞാൻ അറിഞ്ഞു. മുഹമ്മദിന് കുറച്ച് കൂടുതൽ നൽകണം. തീർച്ചയായും ഞാനത് ചെയ്യാം. ഖദീജ സമ്മതിച്ചു. അബൂ ത്വാലിബ് അവിടെ നിന്നിറങ്ങി നേരെ വീട്ടിൽ ചെന്ന് സഹോദരപുത്രനോട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഖദീജയോട് സംസാരിച്ചു. നിന്നെ കച്ചവടത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാമെന്നും അവർ സമ്മതിച്ചു. നല്ല പ്രതിഫലവും കിട്ടും. അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണിതെന്ന് നീ കരുതിക്കോളൂ. ഖദീജക്ക് ബുദ്ധിമാനായ ഒരു അടിമയുണ്ടായിരുന്നു. കച്ചവട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളാണവർ. പേര് മൈസറ. അങ്ങനെ കാഫില പുറപ്പെടുകയായി. അൽ അമീൻ കച്ചവട സംഘത്തെ നയിക്കുന്നു. മൈസർ കൂടെയുണ്ട്. ഷാമിലേക്കുള്ള 2ാം യാത്ര. 12ാം വയസ്സിലെ യാത്രയിൽ കണ്ട സ്ഥലങ്ങൾ വീണ്ടും കൺമുന്നിൽ തെളിയുന്നു. വാദിൽ ഖുറ, മൈദൻ, സമൂദ് ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മൈസറയുടെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. അൽ അമീൻ സഞ്ചരിക്കുമ്പോൾ ഒരു മേഘം കൂടെ സഞ്ചരിക്കുന്നു. മേഘത്തിന്റെ തണലിലാണ് എപ്പോഴും. ഇത് മൈസറയെ അത്ഭുതപ്പെടുത്തി. അവർ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ വഴിക്കടവിൽ ഒരു ആശ്രമം കണ്ടു. നസ്തൂറ എന്ന പാതിരിയുടെ ആശ്രമം. പൂർവ്വവേദങ്ങളിലൂടെ അന്ത്യപ്രവാചകന്മാരുടെ ആഗമനത്തെ കുറിച്ച് മനസ്സിലാക്കിയ പണ്ഡിതനായിരുന്നു നസ്തൂറ. ആശ്രമത്തിനു സമീപം കാഫില ഇറങ്ങി. ഒരു മരത്തിന് ചുവട്ടിൽ അൽ അമീനും മൈസറയും ഇരുന്നു. നസ്തൂറ അവരുടെ സമീപത്തേക്ക് നടന്നു വന്നു. അൽ അമീനെ അവർ അടിമുടി നോക്കി. ആ മുഖത്ത് വല്ലാത്തൊരു വിസ്മയം. പേരും പിതാവിന്റെ പേരും മറ്റും ചോദിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നസ്തൂറ പറഞ്ഞു, ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ്. തൗറാത്തിൽ പറഞ്ഞ അതേ പ്രവാചകൻ ഇത് തന്നെയാണ്. മൈസറ അതിശയിച്ചിരുന്നു പോയി. ഒരു പ്രവാചകന്റെ കൂടെയാണോ താൻ യാത്ര ചെയ്യുന്നത്? മേഘം തണലിട്ട് കൊടുക്കുന്നത് വെറുതെയല്ല. മൈസറക്ക് പ്രവാചകനോട് എന്തെന്നില്ലാത്തൊരു ബഹുമാനം തോന്നി. അങ്ങനെ അവർ ഷാമിലെത്തി. ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു. അൽ അമീൻ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നതെന്ന് മൈസറ പ്രത്യേകം ശ്രദ്ധിച്ചു. സാധനങ്ങളുടെ മഹിമയൊന്നും അദ്ദേഹം വിളിച്ചു പറയുന്നില്ല. ഉള്ള കാര്യം പറയുന്നു. കിട്ടേണ്ട വില പറയുന്നു. അമിതമായ ലാഭക്കൊതിയൊന്നുമില്ല. സാധനങ്ങൾ വേഗം വിറ്റു തീർന്നു. നല്ല ലാഭവും കിട്ടുന്നു. വിചാരിച്ചതിലും നേരത്തെ കച്ചവടം തീർന്നു. മൈസറക്ക് വീണ്ടും അതിശയമായി. ഖദീജ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മറന്നുപോയില്ല. എല്ലാം കൃത്യമായി വാങ്ങി. മൈസറ പറഞ്ഞു, യജമാനത്തിക്ക് വലിയ സന്തോഷമാകും. അങ്ങനെ മടക്കയാത്ര. അതും വളരെ സന്തോഷകരമായിരുന്നു. ഖദീജ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കാഫില വരുന്നത് കാണാൻ വേണ്ടി മാളികയുടെ മുകൾ തട്ടിലാണ് അവർ നിന്നിരുന്നത്. കാഫില എത്തുന്നതിന് മുമ്പ് തന്നെ മൈസറ വീട്ടിലെത്തി ആഹ്ലാദപൂർവ്വം വിവരങ്ങൾ ഉണർത്തി. യജമാനത്തി, വലിയ അതിശയമായിരിക്കുന്നു. അൽ അമീന്റെ കാര്യം അതിശയം തന്നെ. യാത്രയിലുടനീളം മേഘങ്ങൾ തണലിട്ട് കൊടുത്തു. എങ്ങോട്ട് നീങ്ങിയാലും മേഘം കൂടെയുണ്ടാകും. എന്തൊരു നീതിമാൻ. കച്ചവടം പെട്ടെന്ന് തീർന്നു. വാങ്ങാൻ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നസ്തൂറ പറഞ്ഞ കാര്യവും ധരിപ്പിച്ചു. നോക്കി നോക്കി നിൽക്കെ കാഫില ഇങ്ങെത്തി. ഖദീജ ആഹ്ലാദപൂർവ്വം ഓടിച്ചെന്ന് സ്വീകരിച്ചു. അൽ അമീൻ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എല്ലാം വളരെ സുഖമായിരിക്കുന്നു. വിനീതമായ മറുപടി. വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നോക്കി. എല്ലാം താൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരിക്കുന്നു. അൽ അമീനും നേരത്തെ പറഞ്ഞ പ്രതിഫലം നൽകി. കൂടാതെ കുറെ പാരിതോഷികങ്ങളും. അൽ അമീൻ പോയെങ്കിലും ഖദീജയുടെ മനസ്സിൽ നിന്നും ആ രൂപം മാഞ്ഞു പോയില്ല. ഖുറൈശി പ്രമുഖരായ പല യുവാക്കളും വിവാഹാഭ്യർത്ഥനയുമായി തന്നെ സമീപിച്ചിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞു. വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കടന്നു വന്നിരിക്കുന്നു.
അൽ അമീൻ എന്ന ചെറുപ്പക്കാരന്റെ രൂപം മനസ്സിനെ തളർത്തുന്നു. മേഘം തണലിട്ട് കൊടുത്ത പുണ്യപുരുഷൻ, വേദഗ്രന്ഥങ്ങൾ പ്രവചിച്ച മഹാത്മാവ്. ആ മഹാത്മാവിന് സേവനമർപ്പിക്കാൻ മനസ്സ് കൊതിക്കുന്നു. ജീവിതം ആ കാൽക്കൽ സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ. അപ്പോഴാണ് നുസൈഫയുടെ വരവ്. എന്താണ് ഖദീജ, നിനക്കൊരു വല്ലായ്മ? മുഖം വിവർണമായിരിക്കുന്നു. എന്തു പറ്റി നിനക്ക്? കൂട്ടുകാരി ചോദിച്ചു. ഒന്നുമില്ലടി. ഖദീജ ഒഴിഞ്ഞു മാറി. കൂട്ടുകാരി വിടാൻ ഭാവമില്ല. മനസ്സിലുള്ളത് ഉടനെ അറിയണം. എന്താണെങ്കിലും പറ. പ്രശ്നം എന്തായാലും ഞാൻ പരിഹരിക്കാം. കൂട്ടുകാരി ഉറപ്പു നൽകി. ഇത് നീ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല. നുസൈഫ വീണ്ടും നിർബന്ധിച്ചു. അവസാനം മനസ്സിലെ ചിന്തകൾ നുസൈഫയെ അറിയിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നുസൈഫ പറഞ്ഞു, ഞാൻ ഇതിൽ ഇടപെടാൻ പോവുകയാണ്. അൽ അമീനോട് ഞാൻ സംസാരിക്കും. സമ്മതവും വാങ്ങും. നീ നോക്കിക്കോ. കൂട്ടുകാരി ഇറങ്ങിക്കഴിഞ്ഞു. വേണ്ട നുസൈഫ, കുഴപ്പമുണ്ടാക്കല്ലേ. നുസൈഫ മക്ക പട്ടണത്തിൽ കറങ്ങി നടന്നപ്പോൾ വഴിയിൽ അൽ അമീനെ കണ്ടുമുട്ടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വയസ്സ് ഇത്രയുമായില്ലേ, ഇനിയൊരു വിവാഹമൊക്കെ വേണ്ടേ? വിവാഹമോ? എനിക്കോ? അതിനുള്ള വകയൊന്നും എന്റെ കൈവശമില്ല. വേണ്ട. നല്ല സൗന്ദര്യവും സമ്പത്തും കുലമഹിമയുമുള്ള ഒരു സ്ത്രീ താങ്കളെ വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്ന് കരുതുക. ആ ക്ഷണം താങ്കൾക്ക് സ്വീകരിച്ചുകൂടെ? അൽ അമീൻ ചിന്താതീതനായി. ആരാണവർ? അൽ അമീൻ അമ്പരപ്പോട് ചോദിച്ചു. ഖദീജ. നുസൈഫ മറുപടി നൽകി. അതെങ്ങനെ നടക്കാനാണ്? അത് നടക്കും. താങ്കളുടെ സമ്മതം കിട്ടിയാൽ മതി. അൽ അമീൻ എതിരൊന്നും പറഞ്ഞില്ല. അപ്പോൾ സമ്മതം തന്നെ. നുസൈഫ സന്തോഷത്തോടെ കൂട്ടുകാരിയുടെ സമീപത്തേക്ക് ഓടി. അൽ അമീൻ അബൂ ത്വാലിബിനെ കാണാൻ പോയി. കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. മോനെ, ഇതൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഖദീജയുടെ ബന്ധുക്കളുമായി സംസാരിക്കട്ടെ? അൽ അമീൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഖദീജയെ വിവാഹം കഴിക്കുകയോ? അവർ മക്കയിലെ പ്രഭയാണ്, സമ്പന്ന. താനോ ഒരു ദരിദ്രൻ. പിന്നെ എങ്ങനെ ഈ വിവാഹം നടക്കും? ആശങ്കകൾ വേഗം നീങ്ങി. ഈ വിവാഹകാര്യത്തിൽ ഖദീജ വളരെ സന്തോഷവതിയാണെന്ന് അൽ അമീൻ അറിഞ്ഞു. അബൂ താലിബും ഖദീജയുടെ ബന്ധുക്കളും ചേർന്ന് വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു. വിവാഹത്തിന് വേണ്ടപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചു. വേണ്ട ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു. വിവാഹ സുദിനം. അൽ അമീൻ ബന്ധുക്കളോടും കൂട്ടുകാരോടുമൊപ്പം ഖദീജയുടെ വീട്ടിലെത്തി. വലിയ മഹർ നൽകിയാണ് വിവാഹം ചെയ്തത്. വിഭവ സമൃദ്ധമായ സദ്യ. കൂട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങി. ആചാരമനുസരിച്ച് ഖദീജയുടെ വീട്ടിൽ 3 ദിവസം താമസിക്കണമല്ലോ. അൽ അമീൻ എന്ന ചെറുപ്പക്കാരന് 25 വയസ്സാണ് പ്രായം. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന മണവാട്ടിക്ക് പ്രായം 40. ഒറ്റനോട്ടത്തിൽ അവർ ചെറുപ്പമായിരുന്നു. അവരുടെ അഴകും പെരുമാറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ആകർഷിച്ചു. അൽ അമീനെ ഭർത്താവായി കിട്ടിയതിൽ അവർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. തന്റെ ശരീരവും തനിക്കുള്ള സ്വത്തും ഖദീജ ബീവി ആ കാൽക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകരുടെ മനം ആഹ്ലാദപൂർണ്ണമാക്കി. അതോടെ അവർ അത്യുന്നത പദവി പ്രാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 35 ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഇനി വിവരിക്കുന്നത്. മക്ക പട്ടണത്തിന്റെ ചുറ്റുപാടും മലകളാണ്. മഴ പെയ്താൽ ഉടനെ വെള്ളപ്പൊക്കമുണ്ടാകും. കഅബാലയം വളരെ താഴ്ന്ന പ്രദേശത്താണ്. പട്ടണത്തിലെ വെള്ളപ്പൊക്കം ഏറെ ശല്യം ചെയ്യുന്നത് ഈ മന്ദിരത്തെയാണ്. അന്നത്തെ കഅബാലയത്തിന്റെ രൂപം എങ്ങനെയായിരുന്നുവെന്ന് കേൾക്കണ്ടേ? വെറും 4 ചുവരുകൾ, മേൽപ്പുരയില്ല. ചുവരുകൾക്കാണെങ്കിൽ ഒരാളുടെ ഉയരമേ ഉള്ളൂ. അതാണ് അന്നത്തെ കെട്ടിടം. മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ പെടും. അങ്ങനെ ചുവരുകൾക്ക് വിള്ളൽ വന്നു. കഅബാലയത്തിനടുത്തേക്ക് വെള്ളം കുതിച്ചൊഴുകി വരുന്നത് തടയാൻ കുറെ ആളുകൾ ചേർന്നൊരു ബണ്ട് കെട്ടി. അതിന് കുറെ ധനം ചെലവായി. ബണ്ട് കാണാനും അഭിപ്രായം പറയാനും ധാരാളം ആളുകൾ വന്നു. ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ബണ്ട് പൊളിഞ്ഞുപോയി. കഅബ വെള്ളത്തിൽ തന്നെ. പുറം നാട്ടുകാരൊക്കെ വരുമ്പോൾ കഅബയെ ഇങ്ങനെ കാണുന്നത് മക്കക്കാർക്ക് വലിയ കുറച്ചിലായി. ഇതൊന്ന് പുതുക്കി പണിയണം. കഅബയുടെ പുതുക്കി പണിക്ക് ഹലാലായ പണം തന്നെ വേണം. പലിശ പണം പാടില്ല. ചൂഷണത്തിലൂടെ നേടിയ പണവും പാടില്ല. തട്ടിപ്പറിച്ച പണവും വേണ്ട. അങ്ങനെ ശുദ്ധമായ പണം ശേഖരിച്ചു. പഴയ കെട്ടിടം പൊളിക്കണം. കെട്ടിടം എന്ന് പറഞ്ഞില്ലേ, 4 ചുവരുകൾ. എന്നിട്ട് പുതിയ ചുവരുകൾ പണിയണം. മേൽപ്പുരയും പണിയണം. കെട്ടിടത്തിന് ഉയരം കൂട്ടണം. അക്കാലത്ത് പുറംനാട്ടിൽ നിന്ന് വന്ന ഒരു കപ്പൽ ജിദ്ദ തുറമുഖത്ത് വെച്ച് തകർന്നു. ഖുറൈശികൾ ആ കപ്പലിന്റെ പലകകൾ വിലക്ക് വാങ്ങി. കപ്പലിലെ ആശാരിപ്പണിക്കാരന്റെ പേര് പറഞ്ഞു തരാം. ബാക്കുമുറുമി. വിദഗ്ധനായ തച്ചുപണിക്കാരനാണ് ബാക്കുമുറുമി. ഖുറൈശികൾ ബാക്കുമുറുമിയെ സമീപിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു: ഞങ്ങൾ കഅബാലയം പുതുക്കി പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൊളിഞ്ഞ കപ്പലിന്റെ പലകകൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. പുതുക്കി പണിയുന്ന ചുമതല താങ്കളെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകപ്രസിദ്ധമായ ദേവാലയം പുതുക്കി പണിയാനുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ ചുവർ പൊളിക്കാനുള്ള സമയമായി. ഖുറൈശി ഗോത്രത്തിലെ എല്ലാ തറവാട്ടുകാരും ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പല കുടുംബങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ആദരവോടെ ചുമരുകൾ പൊളിച്ചു തുടങ്ങി. കഅബാലയം പുതുക്കി പണിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കല്ല് ചുമക്കുകയുണ്ടായി. അങ്ങനെ ചുവർ ഉയർന്നു. ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലമെത്തി. ആരാണ് ഹജറുൽ അസ്വദ് വെക്കുക? അതിനുള്ള അവകാശം ആർക്കാണ്? തറവാട്ടുകാർ തമ്മിൽ വഴക്കായി. അങ്ങനെ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് കടന്നു. ഒരു രക്തച്ചൊരിച്ചിലിന്റെ വക്കിൽ നിൽക്കുകയാണ് അവർ. ഈ അവസ്ഥ കണ്ട് പലരും ദുഃഖിച്ചു. എന്തായാലും ഹജറുൽ അസ്വദ് വെക്കുന്നതിന്റെ പേരിൽ ഒരു യുദ്ധം പാടില്ല. പക്ഷെ എന്താ വഴി? രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ എന്താണ് വഴി? വൃദ്ധനായൊരു നേതാവ് മുന്നോട്ട് വന്നു. എല്ലാവരും ആദരിക്കുന്ന ആൾ, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവ് അബു ഉമയ്യ ഹുദൈഫത്ത് ബിനു മുഗീറ. അദ്ദേഹം ഗോത്രക്കാരോട് വിളിച്ചു പറഞ്ഞു: രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കൂ, ഞാനൊരു പരിഹാര മാർഗം പറയട്ടെ. എല്ലാവരും തർക്കമതിയാക്കി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. മസ്ജിദുൽ ഹറമിലേക്ക് ഇനി ആദ്യമായി കടന്നു വരുന്ന ആളെ നമുക്ക് വിധികർത്താവായി നിയോഗിക്കാം. എല്ലാവരും അത് അംഗീകരിച്ചു. അങ്ങനെ അവർ കാത്തിരുന്നു.
കാത്തിരിപ്പിനൊടുവിൽ അതാ വരുന്നു അൽ അമീൻ. എല്ലാവർക്കും സന്തോഷമായി. പ്രശ്നം അവതരിപ്പിച്ചു. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഒരാശയം തോന്നിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വിരിപ്പ് നിലത്ത് വിരിച്ചു. ഹജറുൽ അസ്വദ് വിരിപ്പിന്റെ നടുവിൽ വെച്ചു. എല്ലാ തറവാട്ടുകാരുടെയും നേതാക്കളെ വിളിച്ച് വിരിപ്പ് പൊക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടി വിരിപ്പ് പിടിച്ചുയർത്തി. ആവശ്യമായ ഉയരത്തിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് നീക്കിവെച്ചു. അങ്ങനെ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും വലിയ ആശ്വാസമായി. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവായി കിട്ടി. എല്ലാവർക്കും അൽ അമീന്റെ പ്രവൃത്തിയിൽ വലിയ മതിപ്പ് തോന്നി. കഅബ ഷരീഫിന്റെ പണി വേഗത്തിൽ പുരോഗമിച്ചു. ഹജറുൽ അസ്വദ് കാണുമ്പോഴെല്ലാം അറബികൾ അൽ അമീനെ ഓർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രായം കൂടി വരുന്നു. 40ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വിവാഹത്തിന് ശേഷം കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ആടിന് മേയ്ക്കുവാൻ പോകും. മുടന്തുള്ള ആടുകളെ വലിയ അനുകമ്പയാണ്. അഗതികളെയും അനാഥരെയും അശരണരെയും സഹായിക്കുന്നതിൽ വളരെയേറെ താല്പര്യമാണ്. മദ്യപാനം, ചൂതാട്ടം തുടങ്ങിയ തിന്മകളിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അകന്നു നിന്നു. അന്നത്തെ പാട്ടും കളരിയും ആസ്വദിക്കാൻ അവസരം കിട്ടിയില്ല. അള്ളാഹുവിന്റെ കാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. രാത്രികാലത്ത് കഥകൾ പറയുന്ന ചടങ്ങ് അന്ന് നിലവിലുണ്ടായിരുന്നു. ഇന്നത്തെ കഥാപ്രസംഗം പോലെ ഒരു കഥാകാരൻ ഒരു കഥ പറഞ്ഞ് ജനങ്ങളെ രസിപ്പിക്കും. പുലരുവോളം അത് നീണ്ടു നിൽക്കും. സമപ്രായക്കാരായ കുട്ടികളുടെ കൂടെ ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കഥ കേൾക്കാൻ പോയി. കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ്. ഈ കുട്ടിയും കൂടെ നടന്നു. വഴിക്ക് വെച്ചൊരു കല്യാണ സദസ്സ് കണ്ടു. ആൾക്കൂട്ടത്തെ കണ്ട് നോക്കിയിരുന്നു. കൺപോളകൾ അടഞ്ഞുപോയി. നല്ല ഉറക്കമുണർന്നപ്പോൾ നേരം പുലർന്നിരിക്കുന്നു. കഥ പറച്ചിൽ കേൾക്കുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടഞ്ഞു. മക്കയിലെ സാമൂഹിക ജീവിതം തിന്മകൾ നിറഞ്ഞതായിരുന്നു. മദ്യപാനം, സ്ത്രീ പീഡനം, കയ്യേറ്റം, ചൂതാട്ടം, ഈ തിന്മകളൊക്കെ കണ്ടു മടുത്തു. പിന്നെ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിച്ചു. വിജന പ്രദേശങ്ങളിൽ ഒറ്റയ്ക്ക് ചെന്നിരിക്കും. 40 വയസ്സായി തുടങ്ങുകയാണ്. ഇടയ്ക്കിടെ സ്വപ്നങ്ങൾ കാണുന്നു. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദൂതന് മികച്ച പരിശീലനം നൽകുവാൻ വേണ്ടി മക്കയുടെ സമീപമുള്ള മലമുകളിലെ ഹിറാ ഗുഹയിൽ എത്തിച്ചിരിക്കുകയാണ്. അൽ അമീനും ഖദീജയും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് നയിച്ചത്. അവർ ഇരുവരും കഠിനാധ്വാനം ചെയ്തു. കച്ചവടത്തിൽ ലാഭമുണ്ടാക്കി. ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകി. സഹായം തേടിവരുന്ന ആരെയും അവർ നിരാശപ്പെടുത്തിയിരുന്നില്ല. വിശക്കുന്നവർക്ക് ആഹാരം നൽകും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകും. ബന്ധുക്കളെ സന്ദർശിക്കും. ചിലപ്പോൾ ഖദീജയുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകും. സ്നേഹം പങ്കിടും. കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും. അബൂ ത്വാലിബിനെ സന്ദർശിക്കുന്നത് ഇരുവർക്കും ഏറെ സന്തോഷമുള്ള കാര്യമായിരുന്നു. വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. വിരുന്നുകാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഖദീജക്ക് വലിയ താല്പര്യമായിരുന്നു. രുചികരമായ ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കാനും സമർത്ഥയായിരുന്നു. ഇതിനിടയിൽ ഖദീജ ഗർഭിണിയായി. ആ വലിയ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും എന്തെന്നില്ലാത്ത സന്തോഷം. ഖദീജ നേരത്തെ മറ്റു ഭർത്താക്കന്മാരിൽ നിന്നും ഗർഭം ധരിച്ചിട്ടുണ്ട്, പ്രസവിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ ഏറെ സന്തോഷിച്ചിട്ടുമുണ്ട്. അൽ അമീന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന ചിന്ത വലിയ ആഹ്ലാദം നൽകി. മറ്റൊരിക്കലുമില്ലാത്ത ആഹ്ലാദം. പെൺകുട്ടികൾ പിറക്കുന്നത് ശാപമായി കരുതുന്ന കാലം. പെൺകുട്ടികൾ അപമാനമാണെന്ന് ധരിച്ച് കുഴിച്ചു മൂടുന്ന കാലം. എത്രയെത്ര പെൺകുട്ടികൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു. അക്കാലത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായത്. മാസങ്ങൾ കടന്നുപോയി. പ്രസവത്തിന് സമയമായി. ആകാംക്ഷയോടെ അൽ അമീൻ കാത്തിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. ആ സന്തോഷ വാർത്ത പുറത്തു വന്നു. ആൺകുട്ടിയാണ്. കബീലയിൽ വലിയ ആഹ്ലാദം പരന്നു. കുഞ്ഞിനെ കാസിം എന്ന് പേരിട്ടു. ഓമന പേര് ത്വാഹിർ എന്നായിരുന്നു. മാതാപിതാക്കളുടെ കൺമണി. ഈ കുഞ്ഞിന്റെ പേര് ചേർത്ത് റസൂലിന് അബുൽ ഖാസിം എന്ന ഓമന പേരുണ്ടായി. ആൺകുട്ടികളെ പ്രസവിക്കുന്നത് അഭിമാനമായി കരുതുന്ന കാലം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പെണ്ണുങ്ങൾ വാഴ്ത്തി പറഞ്ഞു. ഭാര്യയ്ക്കും ഭർത്താവിനും ആഹ്ലാദം. പക്ഷേ ആ ആഹ്ലാദം അധികം നീണ്ടു നിന്നില്ല. പിതാവിനെയും മാതാവിനെയും ബന്ധുക്കളെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഖാസിം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഖദീജയുടെ വേദനക്കതിരില്ല. പൊട്ടിക്കരഞ്ഞുപോയി. അൽ അമീൻ ദുഃഖം കടിച്ചമർത്തി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. നെടുവീർപ്പിട്ടു. എന്തൊരു പരീക്ഷണം! ആഹ്ലാദം നിറഞ്ഞ വീട്ടിൽ ദുഃഖം തളം കെട്ടി നിന്നു. കാലം പിന്നെയും കടന്നുപോയി. വ്യാപാരത്തിന്റെ ബത്തപ്പാടിലാണ് ദമ്പതികൾ. തിരക്കേറുമ്പോൾ ദുഃഖം മെല്ലെ മെല്ലെ മറക്കുന്നു. ഖദീജ ബീവി പിന്നെയും ഗർഭിണിയായി. ഒരിക്കലല്ല, പലവട്ടം. ഒരു പുത്രനെ കൂടി പ്രസവിച്ചു. ബാക്കിയെല്ലാം പുത്രിമാർ. പുത്രനെ കിട്ടിയപ്പോൾ വീണ്ടും ആഹ്ലാദം. കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേരിട്ടു. അൽ അമീന്റെ പിതാവിന്റെ പേര്. നല്ല അഴകുള്ള കുട്ടി. അബ്ദുള്ള എന്ന് വിളിക്കാനൊരു മടി. വിളിക്കാനൊരു ഓമന പേരുണ്ട്, തൊയ്യിബ്. മാതാപിതാക്കൾക്ക് തൊയ്യിബ് മോൻ സന്തോഷം നൽകി. ആ സന്തോഷവും അധികം നീണ്ടു നിന്നില്ല. കടുത്ത ദുഃഖം നൽകിക്കൊണ്ട് അബ്ദുള്ളയും ഈ ലോകത്തോട് വിട പറഞ്ഞു. അസഹ്യമായ ദുഃഖം ഇരുവരെയും കണ്ണീരിലാഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺകുട്ടികളിൽ മൂത്തത് സൈനബായിരുന്നു. മക്കളെ മാതാപിതാക്കൾ ലാളിച്ചു വളർത്തി. നല്ല സുന്ദരിയായ പെൺകുട്ടി. സൈനബിന്റെ നേരെ അനിയത്തിയായിരുന്നു റുഖിയ. റുഖിയ മിടുക്കിയാണ്. റുഖിയയുടെ ഇളയതാണ് ഉമ്മു കുൽസും. അവസാനം പ്രസവിച്ച മോളാണ് ഫാത്തിമ. ഫാത്തിമ പിതാവിന്റെ തനി പകർപ്പായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട പൊന്നുമോൾ. ഖദീജയുടെ സഹോദരിയുടെ മകനായിരുന്നു അബ്ദുല്ലാസിബിനു അമ്രുബിനു അബ്ദിഷംസ്. അബ്ദിഷംസ് വളരെ പ്രസിദ്ധനായ വ്യാപാരിയായിരുന്നു. സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളയാളാണ്.
അബ്ദു ഷംസ് വിവാഹാലോചനയുമായി വന്നു. സൈനബിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഖദീജയുടെ സഹോദരപുത്രനല്ലേ, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ വിവാഹ നിശ്ചയവും നടന്നു. കബീലക്കാരെയും നാട്ടുകാരെയും ക്ഷണിച്ചു. നല്ല നിലയിൽ ആ വിവാഹവും നടന്നു. സൈനബ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു. റുക്കിയയുടെയും ഉമ്മുകുൽസുവിന്റെയും നിക്കാഹ് കുട്ടിക്കാലത്ത് തന്നെ നടത്തിവെച്ചു. അബൂലഹബിന്റെ 2 പുത്രന്മാരായിരുന്നു ഉത്ബയും ഉത്തൈബയും. അവർ റുക്കിയയെയും ഉമ്മുകുൽസുവിനെയും നിക്കാഹ് ചെയ്തു. അവസാനം പിറന്ന കൊച്ചുമോൾ മാതാപിതാക്കളുടെ ഓമനയായി വളർന്നു. സമാധാനവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് അൽ അമീനും ഖദീജ ബീവിയും നയിച്ചിരുന്നത്. 2 ആൺമക്കൾ മരണപ്പെട്ട വേദന അവരെ അലട്ടിക്കൊണ്ടിരുന്നു. എങ്കിലും പെൺമക്കളുടെ സാമീപ്യം അവർക്ക് ആശ്വാസം പകർന്നു. പെൺകുഞ്ഞുങ്ങൾ കടുത്ത അവഗണന അനുഭവിക്കുന്ന കാലം. അക്കാലത്തും ഖദീജ ബീവിയും ഭർത്താവും പെൺമക്കളെ ലാളിച്ചു വളർത്തുകയാണ് ചെയ്തത്. അവർക്ക് വേണ്ടത്ര സ്നേഹവും വാത്സല്യവും നൽകി. സൈനബിന്റെ വിവാഹം നടന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു, ആശ്വാസവും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ കുറെ അടിമകളുണ്ടായിരുന്നു. സയ്യിദ് ബിൻ ഹാരിസ് എന്ന പേരായ ബാലൻ അവരിൽ ഒരാളായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ ബാലനെ ഭർത്താവിന് സമ്മാനിച്ചു. അൽ അമീൻ കുട്ടിയെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കി. സയ്യിദ് എന്റെ മോനാണ്, അൽ അമീൻ പ്രഖ്യാപിച്ചു. ഇത് സയ്യിദ് ബിൻ ഹാരിസ് അല്ല, ഇവന്റെ പേര് സയ്യിദ് ബിൻ മുഹമ്മദ് എന്നാകുന്നു. മുഹമ്മദിന്റെ മകൻ സയ്യിദ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച ആൺകുട്ടികൾ മരിച്ചു പോയപ്പോൾ ഒരു അടിമക്കുട്ടിയെ സ്വന്തം മകനാക്കി വളർത്തുന്നു. ഒരു മകനെ കിട്ടാനുള്ള മോഹം, ഒരു മകന് നൽകാവുന്ന സകല സ്നേഹവും സയ്യിദിന് ലഭിച്ചു. ഒരു പിതാവായിട്ട് തന്നെയാണ് സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത്. സയ്യിദിനെ ആളുകൾ സയ്യിദ് ബിൻ മുഹമ്മദ് എന്ന് വിളിച്ചു വന്നു. ഇസ്ലാമിലെ ദത്തവകാശ നിയമം വന്നപ്പോഴാണ് ഈ പേര് മാറിയത്. ഖദീജക്കും സയ്യിദിനോട് വലിയ വാത്സല്യമായിരുന്നു. ഉന്നത ഗോത്രത്തിലാണ് സയ്യിദ് പിറന്നത്. ഒരു പോരാട്ടത്തിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ഉക്കാലിലെ അടിമച്ചന്തയിൽ വിറ്റുകളഞ്ഞു. 100 ദിർഹം കൊടുത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ കുട്ടിയെ വാങ്ങിയത്. കുറെ കാലത്തിന് ശേഷം സ്വന്തം ഗോത്രക്കാർ അന്വേഷിച്ചു വന്നു. അൽ അമീന്റെ കൂടെയാണെന്നറിഞ്ഞാണ് ബന്ധുക്കൾ മക്കയിലെത്തിയത്. ഇതെന്റെ മകനാണ്, വർഷങ്ങൾക്ക് മുമ്പ് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയതായിരുന്നു, ഇവനെ എനിക്ക് വിട്ടുതരണം. സയ്യിദിന്റെ പിതാവ് കണ്ണീരോടെ പറഞ്ഞു. ഞാൻ സയ്യിദിനോട് പോകണമെന്നോ പോകാതിരിക്കണമെന്നോ പറയില്ല, അവന്റെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങളുടെ കൂടെ വരാൻ അവർക്ക് സന്തോഷമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാൻ തടയില്ല. ഇവിടെ നിൽക്കുന്നതാണ് സന്തോഷമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കില്ല. അൽ അമീൻ തന്റെ നിലപാട് വ്യക്തമാക്കി. അങ്ങനെ ബാപ്പ മകനെ സമീപിച്ചു. എന്നിട്ട് സ്നേഹപൂർവ്വം പറഞ്ഞു, പൊന്നുമോനെ, നീ എന്റെ കൂടെ വരൂ. നിന്റെ ഉമ്മയും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ നിന്നെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ബാപ്പയുടെ കൂടെ പോകുന്നതാണ് ഇഷ്ടമെന്ന് അദ്ദേഹത്തോട് പറയൂ മോനെ. ബാപ്പ, ഈ മനുഷ്യനോളം സ്നേഹമുള്ള ഒരാളും ഈ ദുനിയാവിലില്ല. ഈ മനുഷ്യനെ വിട്ടു പോരാൻ എനിക്കാവില്ല ബാപ്പ. സയ്യിദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിനക്ക് എന്ത് പറ്റിപ്പോയി കുട്ടി? നമ്മുടെ നാട്ടിലെ ജീവിതത്തെക്കാൾ ഇവിടുത്തെ അടിമത്തമാണോ നിനക്കിഷ്ടം? ബാപ്പയും മറ്റെല്ലാവർക്കും എപ്പോ വേണമെങ്കിലും എന്നെ ഇവിടെ ഒന്ന് കാണാമല്ലോ. ഇവിടെ വിട്ടുവരാൻ എന്നെ കൊണ്ടാവില്ല. ആ പിതാവ് അൽ അമീനോട് ഇങ്ങനെ പറഞ്ഞു. എന്റെ മോൻ താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നോർത്ത് ഞാൻ അതിശയപ്പെടുന്നു. ഞാൻ അവനെ ഇവിടെ നിർത്തി പോവുകയാണ്. ഇടയ്ക്കിടെ ഞാൻ ഇവിടെ വന്ന് അവനെ കണ്ടുകൊള്ളാം. അതും പറഞ്ഞ് ആ പിതാവ് മടങ്ങിപ്പോയി. അൽ അമീന് 40 വയസ്സ് പിന്നിട്ടു. ഹിറാ ഗുഹയിൽ ദിവസങ്ങളോളം താമസിക്കാൻ തുടങ്ങി. ഗുഹയിലേക്ക് പുറപ്പെടുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കും. പരിമിതമായ ആഹാരമേ വേണ്ടൂ. കൊണ്ടുപോയ ആഹാരം എത്ര ദിവസത്തേക്ക് വരുമെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാം. ആഹാരം തീർന്നാൽ ഭർത്താവ് വീട്ടിലേക്ക് വരാറുണ്ട്. അവർ കാത്തിരിക്കും. ആഹാരം തീർന്നാലും ചിലപ്പോൾ വീട്ടിലെത്തില്ല. ഭാര്യയ്ക്ക് വെപ്രാളമായിരിക്കും. ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു കെട്ടി വേലക്കാരന്റെ കൈവശം കൊടുത്തയക്കും. വളരെ ഉയരമുള്ള മലയാണ് ജബലുന്നൂർ. കൂറ്റൻ പാറക്കെട്ടുകളാണ് നിറയെ. അവയെല്ലാം ചവിട്ടിക്കയറി മുകളിലെത്തണം. കാൽ വഴുതിയാൽ അനേകമടി താഴ്ചയുള്ള മലയടിവാരത്ത് ചെന്ന് വീഴും. നല്ല ആരോഗ്യമുള്ള ഒരാൾ മണിക്കൂറിലേറെ കഠിനശ്രമം നടത്തിയാലേ മലമുകളിൽ എത്തിച്ചേരാൻ കഴിയൂ. ആ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നത്. ചിലപ്പോൾ ബീവി തന്നെ ഭക്ഷണ സാധനങ്ങളുമായി മല കയറി ചെല്ലും. എന്തൊരു ത്യാഗം! പ്രായം 55-നോടടുത്ത വൃദ്ധയാണവർ. ഭർത്തൃസ്നേഹത്തിനും ആദരവിനും പരിചരണത്തിനും വയസ്സും അവശതയും ഒന്നും തടസ്സമേയാവില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ ഒരു സ്ത്രീരത്നം ചരിത്രത്തിനറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുള്ള സ്നേഹത്തിന് അതിരില്ലായിരുന്നു. ആ വർഷത്തെ റമളാൻ മാസം വന്നു. രാത്രി സമയം. ഗുഹയിൽ ഒറ്റക്കാണ്. പെട്ടെന്നാരോ ഗുഹയിൽ പ്രവേശിച്ചു. ആരാണത്? പിന്നെ മുഴങ്ങുന്ന ശബ്ദം. ഇഖ്റ, വായിക്കുക എന്നർത്ഥം. എഴുത്തും വായനയും പഠിക്കാത്ത ആളാണ് അൽ അമീൻ. പിന്നെ എങ്ങനെ വായിക്കും? മറുപടി നൽകിയത് ഇങ്ങനെയാണ്. മഹാനബി ഖാരിയിൻ, ഞാൻ വായനക്കാരനല്ല. പെട്ടെന്ന് ആഗതൻ അൽ അമീനെ ആശ്ലേഷിച്ചു. എന്തൊരവസ്ഥ! ഞെരിഞ്ഞു പൊട്ടിപ്പോയി. പിടിവിട്ടു. ആശ്വാസം. വീണ്ടും വന്നു കൽപ്പന. ഇഖ്റ. പഴയ മറുപടി ആവർത്തിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. ഞാൻ വായനക്കാരനല്ല. ആഗതൻ ശക്തിയായി ആശ്ലേഷിച്ചു. കൂടുതൽ ഞെരുക്കം, വല്ലാത്ത അസ്വസ്ഥത. വിഷമിച്ചു പോയി. 3-ാം തവണയും കൽപ്പന വന്നു. ഇഖ്റ. ഇത്തവണയും പുതിയൊരു മറുപടിയില്ല. ഞാൻ വായനക്കാരനല്ല. ഇത്തവണ കൂടുതൽ ശക്തമായി ഞെരുക്കം. വാരിയല്ലുകൾ തകർന്നു പോകുമോ എന്ന് തോന്നിപ്പോയി. ആഗതൻ തന്നെ വായന തുടങ്ങി. ഇഖ്റ ബിസ്മി റബ്ബിക, സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്നും അവൻ സൃഷ്ടിച്ചു. പേന കൊണ്ട് പഠിപ്പിച്ച അത്യുദ്ധാരനായ നാഥന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യന് അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചു കൊടുത്തു. ഓതിക്കേട്ട വാക്യങ്ങൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. കല്ലിൽ കൊത്തിയ ചിത്രം പോലെ ഒരിക്കലും മറക്കാനാവാത്ത വിധം മനസ്സിൽ പതിഞ്ഞു. ആഗതൻ അപ്രത്യക്ഷനായി. എന്താണ് സംഭവിച്ചത്? ആകെ വിയർക്കുന്നു. മനസ്സും ശരീരവും ക്ഷീണിച്ചിരിക്കുന്നു.
ഒരുതരം ഭീതി തന്നെ ബാധിച്ചിരിക്കുന്നു. ഹിറാ ഗുഹയിൽ നിന്നും പുറത്തേക്കിറങ്ങി ചക്രവാളത്തിൽ ആ മുഖം, താൻ നേരത്തെ കണ്ട രൂപം, പിന്നെ ഓടി, പരിസരബോധമില്ലാതെ ഓടി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ ശബ്ദം കേട്ട് പരിഭ്രമിച്ച് പുറത്തേക്ക് നോക്കി. അതാ ഓടിക്കയറി വരുന്നു. "സമ്മിലൂനി, സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ, എന്നെ പുതപ്പിട്ട് മൂടൂ." ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു, കട്ടിലിൽ കിടത്തി പുതപ്പിട്ട് മൂടിക്കൊടുത്തു. വല്ലാത്ത കിതപ്പും ബത്തപ്പാടും. "കിടക്കട്ടെ, അല്പം വിശ്രമിക്കട്ടെ, ആശ്വാസം വന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കാം." അല്പം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, "എന്താണുണ്ടായത്?" നടന്ന സംഭവങ്ങളൊക്കെ നബി തങ്ങൾ വിവരിച്ചു. "എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ കൈവിടുകയുമില്ല. താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു, അഗതികളെ സഹായിക്കുന്നു, മറ്റുള്ളവരുടെ വിഷമങ്ങൾ തീർക്കുന്നു." ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ബേജാറുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പുറത്തു കാണിച്ചില്ല. അങ്ങനെ വേണം. ആശ്വസിപ്പിക്കേണ്ടവർ പരിഭ്രമം കാണിക്കരുത്. ആരായിരിക്കും തന്റെ ഭർത്താവിനെ സമീപിച്ചിരിക്കുക? പിശാചോ അതോ ജിന്നോ? ഛേ, അങ്ങനെയുള്ള ശക്തികളൊന്നും അലമീനെ സമീപിക്കില്ല. സംഭവിച്ചത് എന്താണെന്നറിയണം. ആരോട് ചോദിക്കും? അപ്പോൾ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞു. വറഖത്ത് ബിൻ നൗഫൽ തന്റെ അടുത്ത ബന്ധുവാണ്. പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതൻ. ഇപ്പോൾ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു. നമുക്ക് വറഖത്ത് ബിൻ നൗഫലിനെ ചെന്ന് കാണാം, സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കാം. എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നോക്കാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചു. ഇരുവരും കൂടി നടന്നു. വറഖയുടെ സമീപത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. വറഖത്ത് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. അദ്ദേഹം പറഞ്ഞു, "ഇത് നാമൂസ് തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കാറുണ്ടായിരുന്ന അതേ നാമൂസ് തന്നെ. നാമൂസ് എന്നാൽ ജിബ്രീൽ." വറഖത്ത് തുടർന്നു, "താങ്കൾ ഈ സമുദായത്തിലേക്കുള്ള പ്രവാചകനാണ്, പ്രതീക്ഷിക്കപ്പെട്ട പ്രവാചകൻ. താങ്കളെ ഈ ജനത പുറത്താക്കും." ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അതിശയത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം പറയുന്നു, "താങ്കളുടെ ജനത താങ്കളെ സ്വദേശത്ത് നിന്നും പുറത്താക്കുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, അന്ന് ഞാനുണ്ടെങ്കിൽ താങ്കളെ തീർച്ചയായും സഹായിക്കും." "ഈ ജനത എന്നെ പുറത്താക്കുമോ?" അൽ അമീൻ ചോദിച്ചു. "അതെ, താങ്കൾ കൊണ്ടുവന്നതുപോലെയുള്ള സന്ദേശവുമായി വന്ന ഒരൊറ്റ പ്രവാചകനെയും അവരുടെ ജനത വെറുതെ വിട്ടിട്ടില്ല. അന്ന് ഞാനൊരു ശക്തനായ യുവാവായി ജീവിച്ചിരുന്നെങ്കിൽ." വറഖത്തിനോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും മടങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആരുടെ കൂടെയാണ് നടക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെ കൂടെയോ? ഭീതിയും സന്തോഷവും കൂടി കുഴയുന്നു. എന്തെല്ലാം പരീക്ഷണങ്ങളായിരിക്കും ഇനി സഹിക്കേണ്ടി വരിക? വറഖത്തിന്റെ സൂചന അതാണല്ലോ. ദിവസങ്ങൾ എങ്ങനെ കടന്നുപോയി. ആശങ്കക്കും പ്രതീക്ഷക്കും മധ്യത്തിലാണ് ഇപ്പോഴത്തെ ജീവിതം. സ്വന്തം ജനത തന്നെ വെറുക്കും, ഈ നാട്ടിൽ നിന്നും ഓടിക്കും. വെപ്രാളം നിറഞ്ഞ ചിന്തകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ കാവലുണ്ടാകും. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് തന്നെ കാണാൻ വന്നത്. ഇനിയും വരും. എന്നാണ് ഇനി വരിക? ഒന്ന് കണ്ടിരുന്നെങ്കിൽ. കാണുന്നില്ല. ഇപ്പോൾ ജിബ്രീലിന്റെ വരവിന് കൊതിക്കുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയോട് ഒരു കാര്യം സംസാരിച്ചു. "ഖദീജ, എന്റെ പിതൃ സഹോദരന്റെ അവസ്ഥ അറിയാമല്ലോ. വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിക്കൂടെ? അദ്ദേഹത്തിനും അതൊരു സഹായമാകുമല്ലോ." "ഏത് കുട്ടിയുടെ കാര്യം?" "അലി എന്ന കുട്ടിയുടെ കാര്യം. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് വളർത്താം." "അദ്ദേഹം ഇങ്ങോട്ട് അയക്കുമോ?" "ഞാൻ പോയി സംസാരിക്കാം. ഞാൻ നിർബന്ധിക്കും. അപ്പോൾ സമ്മതിക്കും." നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിനെ കാണാൻ പോയി. "ആരാണിത്? എന്തൊക്കെയുണ്ട് മോനെ വിശേഷം?" "ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. എതിര് പറയരുത്." "എന്താണ് കാര്യം? അത് പറയൂ, കേൾക്കട്ടെ." "അലിയെ വളർത്താനുള്ള ഉത്തരവാദിത്വം എനിക്ക് തരണം. ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം." "വേണ്ട, വേണ്ട മോനെ, എന്നെ അതിന് സമ്മതിക്കണം. എതിര് പറയരുത്." നിർബന്ധം കൂടിയപ്പോൾ വഴങ്ങേണ്ടതായി വന്നു. അലിയെയും കൊണ്ട് അൽ അമീൻ പോയി. അലി പ്രവാചകന്റെ വീട്ടിലെ അംഗമായി. വീട്ടിലെ പുതിയ സംഭവങ്ങളൊക്കെ അലിയും അറിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അൽ അമീനും അലിയും തമ്മിലൊരു സംഭാഷണം. അൽ അമീൻ പറഞ്ഞു, "നാം എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു. അവനാണ് നമുക്ക് ശക്തി നൽകിയത്. അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം." ഉടനെ കുട്ടി ചോദിച്ചു, "ആരാണ് അള്ളാഹു?" "ഈ ലോകത്തിന്റെ സൃഷ്ടാവ്. ഭൂമിയും ആകാശവും പടച്ചത് അള്ളാഹുവാണ്. വെള്ളവും വായുവും സൃഷ്ടിച്ചതും അവൻ തന്നെ. നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നാം അവനെ ആരാധിക്കണം. അവൻ കൽപ്പിച്ചതുപോലെ ജീവിക്കണം. ഞാൻ അള്ളാഹുവിന്റെ റസൂലാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അവന് പങ്കുകാരില്ല. മുഹമ്മദ് അവന്റെ അടിമയും റസൂലുമാകുന്നു. മോനെ അലി, നീയും ഇത് വിശ്വസിക്കണം." "ഞാൻ ഉപ്പയോട് ചോദിച്ചിട്ട് വിശ്വസിക്കാം." മാതാപിതാക്കളുടെ സമ്മതം വാങ്ങിയിട്ടാണല്ലോ കുട്ടികൾ എന്തും പ്രവർത്തിക്കുക. അതേ രീതിയിൽ പറഞ്ഞു. "അങ്ങനെയാകട്ടെ." അൽ അമീനും സമ്മതിച്ചു. പിറ്റേ ദിവസം അലി ബാപ്പയെ കാണാൻ പുറപ്പെട്ടു. ബുദ്ധിമാനായ കുട്ടി നടക്കുന്നതിനിടയിൽ പലതും ചിന്തിച്ചു. അള്ളാഹു, ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹു, തന്നെ സൃഷ്ടിച്ചതും തന്റെ പിതാവിനെ പടച്ചതും അള്ളാഹു തന്നെ. തന്നെ പടച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കണം, ആരാധിക്കണം. അത് തന്റെ കടമയാണ്. അതിന് പിതാവിന്റെ സമ്മതം എന്തിന്? പിതാവിന്റെ സമ്മതമില്ലാതെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കാം. പിതാവിനോട് ആലോചിച്ചിട്ടല്ലോ അള്ളാഹു തന്നെ സൃഷ്ടിച്ചത്. അലി വഴിയിൽ നിന്നും മടങ്ങി വന്നപ്പോൾ അൽ അമീൻ ചോദിച്ചു, "ഉപ്പ എന്തു പറഞ്ഞു?" "ഉപ്പയോട് ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു." ഒരിക്കൽ കഅബാലയത്തിനടുത്ത് വെച്ച് വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. വറഖ പറഞ്ഞു, "മൂസയെ സമീപിച്ച അതേ നാമൂസ് തന്നെയാണ് താങ്കളെയും സമീപിച്ചത്. ഈ ജനതയുടെ തെറ്റായ വിശ്വാസാചാരങ്ങളെ എതിർക്കുമ്പോൾ ഈ ജനത താങ്കളെ ഈ നാട്ടിൽ നിന്നും ഓടിക്കും. അന്ന് ഞാനുണ്ടായിരുന്നെങ്കിൽ എന്റെ സമുദായം എന്നെ കൈയൊഴിയുമോ?" നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. "അതെ, താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള ദൗത്യവുമായി വന്നവർക്കെല്ലാം അത് തന്നെയാണ് അനുഭവം.
അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. ഈ സംഭവം നടന്ന് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ വറക്ക മരിച്ചുപോയി. പിന്നെ വഴിയെ കിട്ടാത്ത ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഹിറായിൽ പോയിരുന്നു. ഒരു ഫലവുമില്ല. ഒരിക്കൽ ഹിറായിൽ നിന്നും മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ശബ്ദം. നബി തങ്ങൾ മേൽപോട്ട് നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാം. എന്തൊരു രൂപം! പേടിച്ചു പോയി. പരിഭ്രമത്തോടെ ഓടി. ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ വെപ്രാളം കണ്ടു ഞെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കട്ടിലിൽ കയറി കടന്നു. ഖദീജ ബീവി പുതപ്പിട്ട് മൂടിക്കൊടുത്തു. അങ്ങനെ വഴിയിറങ്ങുന്നു. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ. ഹേ പുതപ്പിട്ട് മൂടിപ്പുതച്ച് കിടക്കുന്നവനെ, എഴുന്നേൽക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതപ്പ് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റിരുന്നു. വെളുത്ത മുഖം ചുവന്നു തൊടുത്തു. നെറ്റി വിയർപ്പിൽ കുളിച്ചു. വലിയ ഭാരം ചുമക്കുന്നത് പോലെ വിഷമിക്കുന്നു. അങ്ങനെ വഹ്യ് തുടരുന്നു. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, നിന്റെ നാഥനെ മഹത്വപ്പെടുത്തുക, നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക, മ്ലേച്ഛകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, കൂടുതൽ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ജനങ്ങൾക്ക് ഔദാര്യം ചെയ്യാതിരിക്കുക, നിന്റെ നാഥന് വേണ്ടി ക്ഷമ കൈക്കൊള്ളുക. പ്രവാചക ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദിവ്യ സന്ദേശം. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള കൽപ്പന. മ്ലേച്ഛമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഉപദേശിക്കണം. എതിർപ്പുണ്ടായാൽ ക്ഷമിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള കൽപ്പനയാണിത്. ആരെയാണ് വിളിക്കുക? ആരാണ് തന്റെ ക്ഷണം സ്വീകരിക്കുക? എന്തൊരു പരീക്ഷണം! ഭാര്യ സമീപം വന്നു നിന്നു. സ്നേഹപൂർവ്വം പറഞ്ഞു, ഇവിടെ കടന്നോളൂ, ഞാൻ പുതപ്പിട്ട് മൂടിത്തരാം, വിശ്രമിക്കൂ, ഒന്നുറങ്ങിക്കോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. പതിവില്ലാത്ത നോട്ടം. അതിനുശേഷം വല്ലാത്തൊരു സ്വരത്തിൽ സംസാരിച്ചു. ഓ ഖദീജ, വിശ്രമത്തിന്റെയും ഉറക്കത്തിന്റെയും സമയം കഴിഞ്ഞുപോയി. അള്ളാഹു അവന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഖദീജ, ആരെയാണ് ഞാൻ ക്ഷണിക്കേണ്ടത്? ആരാണ് എന്റെ വിളി കേൾക്കുക? എന്തൊരു സ്വരം! എന്തൊരു ചോദ്യം! കൽബ് പൊട്ടുന്ന ചോദ്യം. ഒരു ഭാര്യ ഇതെങ്ങനെ സഹിക്കും? എന്റെ ഭർത്താവിന്റെ ഒരു അവസ്ഥ. എങ്ങനെയാണ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക? എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക? ഈ വിളി ഞാൻ കേൾക്കുന്നു. എന്താണ് നീ പറഞ്ഞത്? അങ്ങയുടെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തു കഴിഞ്ഞു. അള്ളാഹുവിനോ യാതൊരു പകരക്കാരനില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. പ്രവാചകന്റെ കണ്ണുകളിൽ തിളക്കം. ആ മുഖം പ്രസന്നമായി. വീട്ടിലെ വിശേഷങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി എവിടെ ഉണ്ടായിരുന്നു? അലി, അബൂ ത്വാലിബിന്റെ മകൻ അലി. അബൂ ത്വാലിബിന് വയസ്സുകാലത്ത് പിറന്ന കുട്ടി. അലിയും ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരായി. ഉമ്മൈമൻ എന്ന പരിചാരകയെ ഓർക്കുന്നില്ലേ? 6-ാം വയസ്സിൽ ഇസ്രിബിലേക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി. അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും തന്നാലാവുന്ന സേവനങ്ങൾ ചെയ്ത് കൂടെ കഴിയുന്നു. ഉമ്മൈമൻ ഇന്ന് വാർദ്ധക്യത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. അല്ലമീൻ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. അല്ലമീന്റെ ദീനിന്റെ പ്രചാരണത്തിന് അവർ സഹകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും ഉമ്മൈമനും വിശ്വസിച്ചു. മുഹമ്മദ് റസൂലാണെന്ന കാര്യത്തിലും സംശയമില്ല. അവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സഅദ് ബിൻ ഹാരിസ് എന്ന കുട്ടിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, വളർന്നിരിക്കുന്നു. ആ ചെറുപ്പക്കാരനും ഇസ്ലാം മതം വിശ്വസിച്ചു. ഇവരെല്ലാം വീട്ടിൽ തന്നെ ഉള്ളവരാണ്. തന്റെ ആത്മസുഹൃത്താണ് അബൂബക്കർ. ബാല്യകാല സുഹൃത്ത്. കുടുംബകാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും. പരസ്പര വിശ്വാസവും സ്നേഹവും അവരെ കൂടുതൽ അടുപ്പിച്ചു. അവർ ഒന്നിച്ചു യാത്ര ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കൂറു കച്ചവടവും നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ സ്നേഹിതന്റെ വീട്ടിൽ പോകാറുണ്ട്. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. സ്നേഹിതന്റെ ഭാര്യയാണ് ഉമ്മു റുമാൻ. അൽ അമീനോട് സ്നേഹവും ബഹുമാനവുമാണ്. ഉമ്മയാണ് ഉമ്മുൽ ഖൈർ. അവർക്ക് അൽ അമീനെ പുത്രനെ പോലെയാണ്. അത്രയ്ക്കും സ്നേഹമാണ്. സ്നേഹിതന്റെ ഓമന മകളാണ് അസ്മാ ബീവി. തന്റെ വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് ഇവരെയെല്ലാം അൽ അമീൻ കണ്ടത്. അബൂബക്കർ എന്ന കച്ചവടക്കാരൻ കച്ചവടത്തിന് വേണ്ടി ദൂരദിക്കിൽ പോയിരുന്നു. മടങ്ങി വന്നാലുടനെ സ്നേഹിതനെ ചെന്ന് കാണുക പതിവാണ്. പതിവ് പോലെ സ്നേഹിതനെ കാണാൻ വന്നതായിരുന്നു. അപ്പോൾ അൽ അമീൻ അത്ഭുതകരമായ ആ വാർത്തകൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. തനിക്ക് വഹിയിറങ്ങുന്നു. അടുത്ത ബന്ധുക്കളെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കാൻ തന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അറബികളുടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് മനമെടുത്ത ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. തന്റെ ജനതയെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിച്ചു കഴിയുകയായിരുന്നു. അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത കേൾക്കുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ കൂരിത്തരിപ്പ്. ഹിറാ ഗുഹയിൽ നടന്ന സംഭവങ്ങൾ നബി തങ്ങൾ വിവരിച്ചു. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ മക്കക്കാർ എതിർക്കും. ആ എതിർപ്പിനെ നേരിടേണ്ടി വരും. പിന്നെ അവർക്കിടയിൽ ജീവിക്കാൻ കഴിയാതെ വരും. സന്ദേശം വിടേണ്ടതായി വരും. അതാണ് വറക്ക പറഞ്ഞതിന്റെ പൊരുൾ. ഇസ്ലാം ദീനിൽ ആരൊക്കെ വിശ്വസിച്ചു? കൂട്ടുകാരൻ അതറിയണം. എന്റെ പ്രിയ പത്നി ഖദീജ. കൂട്ടുകാരൻ ഖദീജയെ കുറിച്ചോർത്തു. സൽഗുണ സമ്പന്നയാണ് അവൾ. ധനികയായ വിധവ. പാവങ്ങളെ സഹായിക്കും. അഗതികളെ സ്നേഹിക്കും. തന്റെ കൂട്ടുകാരൻ 25-ാമത്തെ വയസ്സിൽ അവരെ വിവാഹം ചെയ്തു. താൻ അവരുടെ വീട്ടിൽ കൂടെ പോകാറുണ്ട്. അലി എന്ന കുട്ടിയാണ് മറ്റൊരു വിശ്വാസി. തന്റെ കൂട്ടുകാരന്റെ പോറ്റുമ്മയാണ് ഉമ്മു ഐമൻ. സ്വന്തം മകനായി കരുതി വളർത്തിയതാണ്. ഉമ്മ മരിക്കുമ്പോൾ ഉമ്മു ഐമിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചതാണല്ലോ. വളർത്തുപുത്രൻ സയ്യിദും ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുണ്ട്. അൽ അമീനിനെ ഏറ്റവും ബന്ധപ്പെട്ടത് താനും തന്റെ കുടുംബവുമാണ്. ഇസ്ലാം മതം സ്വീകരിക്കാൻ തന്റെ കുടുംബാംഗങ്ങൾ ഇനി ഒട്ടും വൈകിക്കൂടാ. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം വിശ്വസിച്ചു. അടുത്തൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. അന്ന് ഉമ്മുൽ ഖൈർ എന്ന വനിതയോട് സംസാരിച്ചു. അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കും ഉമ്മ. ഉമ്മുൽ ഖൈറിന് അൽ അമീനെ വലിയ വിശ്വാസമാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കും. ഇക്കാര്യവും സത്യം തന്നെ. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. സ്നേഹസമ്പന്നയായ ഉമ്മു റുമാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാകാൻ കഴിഞ്ഞത് വളരെ സൗഭാഗ്യമായി അവർ കരുതുന്നു. ഉദാരമതിയും ദയാലുവുമാണ് തന്റെ ഭർത്താവ്.
അദ്ദേഹത്തിന്റെ മക്കളെ പ്രസവിക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഏറ്റവും നല്ല മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരു കള്ളം പോലും പറയാത്ത മാന്യനായ കൂട്ടുകാരൻ. അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കും ഉമ്മുറുമാൻ ഭർത്താവ് സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നു. ഭർത്താവിന്റെ കാൽപാദങ്ങളെ താനും പിന്തുടരും, അതിനൊരു സംശയവും വേണ്ട, ഉമ്മുറുമാൻ ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പ്രകാശം. മാതാപിതാക്കൾക്കു പിറകെ പ്രിയപുത്രി അസ്മാവും വിശ്വാസികളുടെ കൂടെ ചേർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വല്ലാത്തൊരു സംതൃപ്തി. തന്റെ മാതാവും ഭാര്യയും പുത്രിയും ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു. ഇതൊരു മഹാഭാഗ്യം തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ സഹായികളാകാൻ കഴിയുന്നതാണല്ലോ മഹാഭാഗ്യം. നിങ്ങൾ അസ്മാഉ ബീവിയെ മറന്നു കളയരുത്. പ്രസിദ്ധനായ സുബൈർ റളിയല്ലാഹു അൻഹു ആണ് അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത്. പിൽക്കാലത്ത് അവർക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായി വന്നു. ഹിജ്റ പോകുമ്പോൾ അവർ ഗർഭിണിയായിരുന്നു. ഹിജ്റക്ക് ശേഷം അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഹിജ്റക്ക് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ നടന്ന ആദ്യത്തെ പ്രസവം. ആ കുട്ടി വളർന്നു വന്നു. ആ കുട്ടി ഇസ്ലാമിക ചരിത്രത്തിന് മറക്കാനാവാത്ത മഹാപുരുഷനായി തീർന്നു. ആരാണ് ആ മഹാപുരുഷൻ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം പാർട്ട് 15 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.